ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മളിലുള്ളതാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആത്മവിശ്വാസമുണ്ട്. പക്ഷെ എവിടെയോ വെച്ച് നമുക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെക്കാളും നന്നായി കഴിവുള്ള ഒരാളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കുറയുന്നു. അതേപോലെ സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുമായി ടീച്ചർമാർക്ക് ഒരു സ്വഭാവമുണ്ട്: കുറ്റപ്പെടുത്തുക. നീ അവനെ കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ നീ അവളെ കണ്ട് പഠിക്കുക, നിനക്കെത്രയാണ് മാർക്ക് അടിസ്ഥാനത്തിലൊക്കെ കുറ്റപ്പെടുത്തൽ കേട്ടിട്ടു. അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ താരതമ്യം കൊണ്ടൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞു എന്നല്ലാതെ നമുക്ക് ആത്മവിശ്വാസം ഇല്ലാതിരുന്നിട്ടില്ല. എന്താണ് ആത്മവിശ്വാസം? നമ്മൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും വിശ്വസിച്ചതുമായ ഇതിൻ്റെ ആകത്തുകയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ ആത്മവിശ്വാസം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇത് അറിയണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല. നമ്മുടെ കഴിവ് കേടെന്താണെന്ന് കൃത്യമായി വിലയിരുത്തുക. കൃത്യമായി എനിക്കെന്തൊക്കെ കഴിയും, എനിക്കെന്തൊക്കെ കഴിയില്ല, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഓട്ടോമാറ്റിക്കലായി നമുക്ക് വരും. ഓട്ടോമാറ്റിക്കലായി ആത്മവിശ്വാസം നമ്മൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതില്ല. ഉള്ള ആത്മവിശ്വാസത്തെ നമ്മൾ ഒരു മറയായിട്ട്, ഇപ്പോൾ ആത്മവിശ്വാസം ഒരു മറയായിട്ടുണ്ട് എങ്കിൽ നമ്മളെ മനസ്സിലാക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. അങ്ങനെ നമ്മൾ ആത്മവിശ്വാസമുള്ളവരും നല്ല ഊർജ്ജസ്വലരായും മാറുമെന്നുള്ളതാണ് സത്യം.